മനുഷ്യനാവടാ ആദ്യം, എന്നിട്ടുണ്ടാക്കുന്ന നിലയും വിലയും അല്ല. സൂത്രത്തിൽ കൊണ്ടുവന്ന് ഇതുപോലെ ക്ലിപ്പ് എടുക്കല്ല വേണ്ടത്. അതില് ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്തേക്കുന്നത് അതെങ്ങനെ നിങ്ങളെ കരയിപ്പിക്കും എന്നുള്ളത്. അപ്പൊ അതെനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഇത് ആക്ഷനും കട്ടും ഒന്നും പറയാതെ എല്ലാം അങ്ങ് റോൾ ചെയ്യുക. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാ. ഹലോ, ഹായ്, ഹാപ്പി ഓണം. സെയിം ടു യു, ഹാപ്പി ഓണം. വെൽക്കം ടു കേരള കൗമുദി. ഇന്ന് കേരള കൗമുദിയിലെ ഓണാഘോഷമാണ് ഭയങ്കര വിപുലമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ കസേര കളി, ബിസ്ക്കറ്റ് കളി, പിന്നെ എന്തോ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ വടംവലി എന്ന് വേണ്ട ബിസ്ക്കറ്റ് കടി അതില്ലെന്ന് തോന്നുന്നു കേട്ടോ. കസേര കളിയും സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, പിന്നെ സുന്ദരന് പൊട്ടുതൊടിയിൽ, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കസേര കളിക്ക് ഞാനും ഉണ്ടായിരുന്നു. തോറ്റു നടക്കല്ലേ, 8 നില ഞാൻ തോറ്റിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. കുറെ ചുറ്റി ഓടിച്ച്. എന്തായാലും എങ്ങനെയുണ്ട് പൂക്കളം? എങ്ങനെയുണ്ട്? പൂക്കളം വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ വലുതുമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനിത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ കാരണം ഓൾറെഡി നമ്മള് എന്താ പറയാ ഓണാഘോഷം ഓണം ആഘോഷിച്ചു. പക്ഷെ എനിക്കൊരു സർപ്രൈസ് ആയിപ്പോയി. ഞങ്ങളുടെ ഈ ഒരു ഓണാഘോഷ പരിപാടിയിലൊക്കെ പെട്ടെന്നാണ് ലക്ഷ്മിയെ ഞാൻ കണ്ടത്. അതിശയിച്ചു പോയി ഞാൻ. നമുക്ക് എന്തായാലും ഈ ഒരു പൂക്കളത്തിന്റെ ഇടയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് വിശാലമായ കാറ്റൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം സംസാരിച്ചു. അപ്പൊ ഓക്കെ, പോകാം. ലക്ഷ്മി ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ ടോക്കറ്റീവ് ആണ്. ക്ലോസ് ആയി കഴിഞ്ഞാൽ വളരെയധികം സംസാരിക്കും. പിന്നെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും ആളുകൾക്ക്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല, സംസാരിച്ചോളൂ. നമ്മളിപ്പം എന്താ പറയാ, വസുധ എന്നുള്ളൊരു കാര്യം കൊണ്ടിട്ടാണല്ലോ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു എന്താ പറയുക എപ്പിസോഡ്സ് ടെലികാസ്റ്റ് ആയതിനു ശേഷം സാധാരണ രീതിയിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സീരിയലുകളും ഒക്കെ എല്ലാം തന്നെ ഫാമിലി ഓറിയൻറ്റഡ് അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലും ഹോംലി ആയിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇതിൽ ഭയങ്കര ഹോംലിയുമാണ്, എന്നാൽ ഭയങ്കര ഇമോഷണലുമാണ്, എന്നാൽ പിന്നെ അപ്കമിങ് എപ്പിസോഡ്സിൽ സ്ട്രോങ് ആവുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്നെ ഇതിൽ അതിശയപ്പെടുത്തിയ ഒരു കാരണം കൗമുദിയുടെ ഫസ്റ്റ് മെഗാ സീരിയലാണല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് സിറ്റ്കോം, അലയൻസ്, ലേഡീസ് റൂം അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ടെലികാസ്റ്റ് പോയിട്ടുള്ളത്. അപ്പം അതിൽ നിന്നും കുറച്ച് മാറിയിട്ടുള്ളൊരു ഓഡിയൻസാണ് ഈ സീരിയലിന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഫാമിലി ബേസ്ഡ് സ്റ്റോറി ആയതുകൊണ്ടും ഒരു ഇമോഷണൽ ബേസുള്ളൊരു സ്റ്റോറി ആയതുകൊണ്ടും അങ്ങനത്തെ ഓഡിയൻസ് ആയിരിക്കും ഇതിനുണ്ടാവുക. എന്നെ അതിന് അതിശയപ്പെടുത്തിയ ഒരു യൂട്യൂബ് കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു 2 എപ്പിസോഡ് ടെലികാസ്റ്റ് കഴിഞ്ഞപ്പം അതിനകത്ത് രണ്ടാമത്തെ എപ്പിസോഡ് തന്നെ വളരെ ഇമോഷണലി ചാർജബിൾ ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് വന്ന് കമൻറ്റ് ചെയ്തു, വസുധ കരയിപ്പിച്ചു, അല്ലെങ്കിൽ വസുധയുടെ ആ ഒരു ഇമോഷണൽ സീൻ വളരെ നന്നായിരുന്നു, അങ്ങനെ ഒക്കെ. അതിൽ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തേക്കുന്നത് അതെങ്ങനെ നിങ്ങളെ കരയിപ്പിക്കും എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതിനെയും ആളുകൾ വിമർശിക്കുന്നു എന്നുള്ളതാണ്. വസുധയിലെ ഇതുവരെ എടുത്തതിലെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡയലോഗ് എന്ന് പറയാം. ഇമോഷണൽ ഡയലോഗ് എന്നുള്ളതല്ല, സീനുകളാണ് എന്നെ ടച്ച് ചെയ്യുന്നത്. കാരണം അതുപോലെ എക്സ്പ്രസ് ചെയ്ത് അത് മകള് മരിച്ചു എന്നറിയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 2nd എപ്പിസോഡിലാണ് അത് ടെലികാസ്റ്റ് ആയിരിക്കുന്നത്. ഓൾറെഡി വസുധയാണെന്ന് പറഞ്ഞൊരു ബോഡി അടക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു ചെറിയ ശവകുടീരമുണ്ട്. അപ്പം അത് മോൻ വന്നിട്ട് മോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ പറയുകയാണ് അതാണ് മകൾ എന്നുള്ളത്. അത് ഒരു 2 വർഷത്തോളം എവിടെയാണെന്ന് അറിയാതെ തിരിച്ചു വന്ന ഒരാൾക്ക് സ്വന്തം മകൾ നഷ്ടപ്പെടുന്നതിലും വലിയൊരു ഫീലിംഗ് ഒരമ്മമാർക്കും മക്കളെ നഷ്ടപ്പെടുക എന്നുള്ളത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളമാർ മരിക്കുന്നതാണ് എനിക്കൊന്ന് ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സീൻ അത് അത്രയും ഉൾക്കൊണ്ട് തന്നെയാണ് ആ സീൻ ചെയ്തത്. അതുകൊണ്ട് ആ ഒരു സീൻ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് റെയിൻ വെച്ചിട്ടുള്ള സീനായിരുന്നു. രണ്ടാമതും അതേ സെയിം സ്പോട്ടിൽ അതേപോലൊരു സെയിം വെച്ചിട്ടൊരു സീൻ വീണ്ടും ചെയ്തിട്ടുണ്ട് എപ്പിസോഡ്. എന്നാൽ ആദ്യം ചെയ്ത പൈലറ്റ് എപ്പിസോഡ് ചെയ്ത ആ മകൾ മരിച്ചു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് എന്നെ സംബന്ധിച്ച്. കാരണം ആ സീനുകളിലൊക്കെ തന്നെ നമുക്ക് ഗ്ലിസറിൻ ഇല്ലാണ്ട് കരഞ്ഞു എന്നുള്ളതാണ്. അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയുകയല്ല, അത് ഓട്ടോമാറ്റിക്കലി കരഞ്ഞു പോയതാണ്. എന്നെ കൊണ്ട് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ ഡയലോഗ് പറയിപ്പിക്കുവാണേ. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ആക്ഷനും കട്ടും ഒന്നും പറയാതെ എല്ലാം അങ്ങ് റോൾ ചെയ്യുക. ഞാൻ നേർച്ചക്കോഴിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തുവായിരുന്നു മമ്മൂട്ടിയുടെ ഡയലോഗ്? മനുഷ്യനാവട ആദ്യം, അതല്ലേ സിമ്പിൾ ആയിട്ടുള്ളേ. മനുഷ്യനാവട ആദ്യം എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. അത് സൂത്രത്തെ ഉണ്ടാക്കുകയല്ല വേണ്ടത്,
സ്വയം ഉണ്ടാവും. ഇത് ശരിക്കും അതാ പറഞ്ഞാൽ കഴിവ്. രഞ്ജിനിയോട് ഞാൻ പറയുന്ന ഡയലോഗാണ്, മനുഷ്യനാവടാ ആദ്യം എന്നിട്ടുണ്ടാക്കുന്ന നിലയും വിലയും. അല്ല സൂത്രത്തിൽ കൊണ്ടുവന്ന് ഇതുപോലെ ക്ലിപ്പ് എടുക്കല്ല വേണ്ടത്, മനസ്സിലായോ? മോളെ വസുതേ, രശ്മിക്കുട്ടി എന്നെ പറ്റിച്ചു കൊണ്ടുവന്നിട്ട് ഇവര് വേറെന്തോ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നാ. പക്ഷെ ഹാപ്പിയാണോ? അടിപൊളി ഒരു പാട്ട് പാടി കൊടുക്കാം പ്രേക്ഷകർക്ക്. പാട്ട് ഒരു ഓണപ്പാട്ട് ഒരു 4 പേര് പാടാം. നന്നായിട്ട് പാടും കേട്ടോ. അങ്ങനൊന്നുമില്ല. വീഡിയോ നീ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുവാണെങ്കിൽ കട്ട് ചെയ്ത് വീണ്ടും പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെഡി. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ. കൗമുദിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.